السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങൾ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു മാപ്പാക്കി നൽകുമാറാകട്ടെ. ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. നീ പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കണേ. കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും ഫോൺ വിളിച്ചും ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ ഉദ്ദേശങ്ങൾ നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്ക് ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ ബർക്കത്തേകണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നീ നിറക്കണേ അല്ലാഹ്. നീ നിറക്കണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ്. റജബ് മാസത്തിലാണ്, പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. ദുആകൾക്ക് വലിയ ഇജാബത്തുള്ള, ദുആകൾക്ക് വലിയ ഉത്തരമുള്ള മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. ഇത് അള്ളാഹുവിൻ്റെ മാസമാണ്, പടച്ച തമ്പുരാന്റെ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. റജബ് മാസത്തിന് ധാരാളം ഫളായിലുകളുണ്ട്, ധാരാളം മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ റജബ് മാസത്തിൽ ചൊല്ലാൻ പറ്റിയ ചില ദുആകൾ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഈ റജബിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്താക്കപ്പെട്ട ചില ദുആകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ, കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ പഠിച്ചതുപോലെ റജബ് മാസത്തിലെ ആദ്യത്തെ 10 100 പ്രാവശ്യം ചൊല്ലേണ്ട ദിക്ർ ഏതാണ്? ആ ദിക്ർ നിങ്ങൾ മറന്നുപോയോ? ഇല്ല. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്റാണ്. ഒരു 100 പ്രാവശ്യമാണ് ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലി തീർക്കേണ്ടത്. 10 ദിവസത്തിൽ, ഓരോ ദിവസത്തിൽ റജബ് 10 ദിവസം ആദ്യത്തെ 10 നമ്മൾ ചൊല്ലേണ്ടത് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ർ. ഒരു 70 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടത്. ഏ സമയത്തൊക്കെയാണ് ചൊല്ലേണ്ടത്? സുബ്ഹിന്റെ ശേഷവും മഗ്രിബിന്റെ ശേഷവും നമ്മൾ ചൊല്ലേണ്ടത് 70 പ്രാവശ്യം ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർലി വറഹംനി വതുബ് അലയ്യ. ഈ ദിക്റിന് ഇൻഷാ അല്ലാഹ് ഒരു 70 പ്രാവശ്യം ഈ 2 സമയങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നരകം നമ്മളെ ശരീരത്തെ സ്പർശിക്കൂല. ഈ 2 ദിക്റുകൾ നമ്മൾ പഠിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് ഈ റജബ് മാസത്തിൽ 30 നമ്മൾ ചൊല്ലേണ്ടത്, നമ്മളിങ്ങനെ പതിവാക്കേണ്ട ദുആകളും ദിക്റുകളും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ, നമുക്ക് ഈ മജ്ലിസിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇടങ്ങേറുകളെ നീ മാറ്റി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം നീ നിറക്കണേ അല്ലാഹ്. ഐശ്വര്യം നീ നിറക്കണേ അല്ലാഹ്. ഈ റജബ് മാസത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ ദുആകളും ദിക്റുകളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഒരു 11 പ്രാവശ്യം നമുക്ക് ചൊല്ലാനുള്ള ആ ദിക്റും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
നൽകുമാറാകട്ടെ. റജബ് ആദ്യത്തെ 10 ഒരു 100 പ്രാവശ്യം ചൊല്ലാനുള്ള ദിക്ർ, ഒരു ബർക്കത്തിന് വേണ്ടി, ഒരു തബറുക്കിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്കൊരു 11 പ്രാവശ്യം ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ദിക്റിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിലേക്ക് വിളിക്കുന്നത്, നിരന്തരം വിളിക്കുന്നവർ. എപ്പോഴാണ് തങ്ങളെ ഇനി വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത്? ഇനി വരുന്ന ശനിയാഴ്ചയാണ്. എല്ലാ മജ്ലിസും നമ്മൾ പറയുന്നതാണ്. ആർക്കെങ്കിലും ഒരു മജ്ലിസ് വിട്ടുപോയാൽ അവർക്കൊരു ബുദ്ധിമുട്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാ മജ്ലിസിലും ഇത് ഉൾപ്പെടുത്തുന്നത്. ഈ നമ്പറിൽ കാണിക്കുന്ന നമ്പറിൽ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാം. ധാരാളം പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരമാണ് നമ്മളെ ഈ സയ്യിദിയ മജ്ലിസ്. പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിന്നവർക്ക് വലിയ ആശ്വാസമായത് ഈ സയ്യിദിയ മജ്ലിസാണ്. പറയാതെ തന്നെ വന്നവർക്കറിയാവുന്നതാണ്, വന്നവർക്ക് അത് അനുഭവിച്ചവർക്കറിയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത്തരം പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും ധാരാളം ആളുകൾ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ ബാത്തിലാക്കണേ അല്ലാഹ്. അത്തരം പ്രയാസങ്ങൾ അവരെ ശരീരത്തിൽ നീ ബാത്തിലാക്കണേ അല്ലാഹ്. നിരന്തരം ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മുമായി ബന്ധപ്പെടുന്നവർ പറയുന്നതാണ് ഇത്തരം പ്രയാസങ്ങൾ. അല്ലാഹുവേ നീ ബാത്തിലാക്കണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ഹക്ക് ജാവ് ബർക്കത്തുണ്ട്, ദിവസത്തിന്റെ ഹക്ക് ജാവ് ബർക്കത്തുണ്ട്. അത്തരം ഉപദ്രവങ്ങൾ നമ്മളെ വീടിനെ തൊട്ടും നമ്മളെ ഭൂമിയെ തൊട്ടും നമ്മളെ ശരീരത്തെ തൊട്ടും നമ്മളെ മക്കളെ തൊട്ടും അല്ലാഹുവേ നീ ബാത്തിലാക്കണേ അല്ലാഹ്. നീ കരിയിച്ച് കളയണേ അല്ലാഹ്. നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. മകന്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, മകന്റെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, മകളുടെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, മകളുടെ വിവാഹ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഭർത്താവിന്റെ ജോലി പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീടില്ല തങ്ങളെ അത് പൂവണിയാൻ ഇൻഷാ അല്ലാഹ് വരുന്ന ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി വരുന്നവരുണ്ട്, സമീപിക്കുന്നവരുണ്ട്. അല്ലാഹ് അവർക്ക് നീ മാറ്റി നൽകണേ അല്ലാഹ്. അവർക്ക് റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇതിനൊക്കെ വലിയൊരു സലാമത്ത് നീ നൽകണേ അല്ലാഹ്. ഈ റജബ് മാസം ദുആക്ക് വലിയ ഉത്തരം കിട്ടുന്ന മാസമാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്, അതുകൊണ്ടാണ് കുറച്ച് ദുആകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും ഈ റജബ് 30ലും ദായിമാക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മഹത്താക്കപ്പെട്ട ഈ റജബിൽ ചൊല്ലാൻ പറ്റിയ ഒരു 2 ദിക്റുകളും 2 ദുആകളും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. 2 ദുആകളും 2 ദിക്റുകളും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ ദുആ? എപ്പോഴും നമുക്ക് ചൊല്ലാൻ ധാരാളം ആളുകൾ പറയുന്ന പ്രയാസമാണ്. വീട്ടിലൊരു ഐക്യമില്ല, വീട്ടിലൊരു മനസ്സമാധാനമില്ല, എപ്പോഴും കലഹങ്ങളും പ്രയാസങ്ങളുമാണ്. ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ ഭാര്യയുടെ മുഖം കാണാൻ വയ്യ, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ നോക്കാൻ വയ്യ, അപ്പം തർക്കങ്ങളാണ്. മക്കൾ പരസ്പരം കണ്ടാൽ തർക്കമാണ്, ഭാര്യയും ഭർത്താവും കണ്ടാൽ തർക്കമാണ്. അത്തരം പ്രയാസങ്ങൾ, കുടുംബത്തിൽ സമാധാനം ലഭിക്കാൻ, ബറക്കത്തുണ്ടാവാൻ, ഐശ്വര്യം നമ്മളെ വീട്ടിലേക്ക് വന്നു ചേരാൻ ഈ റജബ് മാസത്തിൽ നമ്മൾ ദുആ ചെയ്യേണ്ട ദുആ, ഈ റജബ് മാസത്തിൽ നമ്മൾ ദുആ ചെയ്യേണ്ട ദുആ ഏതാണ്? ആ ദുആ എല്ലാവർക്കും അറിയുന്ന ദുആ ആണ്. ഈ സ്ക്രീനിൽ കാണുന്ന ദുആ ഏതാണ്? ആ ദുആ നമുക്ക് പഠിക്കാം, നമുക്ക് ചൊല്ലാം. വീട്ടിൽ ഐക്യമുണ്ടാവാൻ, വീട്ടിൽ സമാധാനം ഉണ്ടാവാൻ, ഈ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഈ മഹത്താക്കപ്പെട്ട രാവുകളിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതാണ് ദുആ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആനെ കൊണ്ടുവന്നാൽ വീട്ടിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും, വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവില്ല, ഐശ്വര്യം വീട്ടിൽ വന്നു ചേരും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ നിങ്ങൾ ചൊല്ലിക്കോ, നിങ്ങൾ അധികരിപ്പിച്ചോ ഈ റജബ് മാസത്തിൽ ഇൻഷാ അല്ലാഹ്. ഈ ദുആനെ നിങ്ങൾ അധികരിപ്പിക്കണേ അല്ലാഹുവേ. നീ ഭാഗ്യം തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ തമ്പുരാനെ. ചൊല്ലാനും ജീവിതത്തിൽ ദായിമാക്കാനും അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.
രണ്ടാമത്തെ ദുആ ഏതാണ്? രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ള ദുആ എല്ലാവർക്കും അറിയുന്ന ദുആ ആണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ ആണ്. ആദം നബി അലൈഹിസ്സലാം ധാരാളം പ്രാർത്ഥിച്ച ദുആ ആണ്. ഇൻഷാ അല്ലാഹ് ഈ റജബ് മാസത്തിൽ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും. അല്ലാഹു നമ്മളെ പ്രയാസങ്ങളെ കാണും. അല്ലാഹു നമ്മളെ പ്രയാസങ്ങളെ മാറ്റി നൽകും. നമ്മളെ ഇടങ്ങേറുകൾ അല്ലാഹു മാറ്റി നൽകും. നമ്മളെ മുസീബത്തുകൾ അല്ലാഹു തട്ടി നീക്കാൻ പറ്റിയ ഏറ്റവും മഹത്തമാക്കപ്പെട്ട ദുആ ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ ഏതാണ്? ദുആ ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണേ. നിങ്ങൾ ദുആ ചെയ്യണേ. ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്താൽ ദുആക്ക് വലിയ ഉത്തരം കിട്ടുന്ന മാസമാണ്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇൻഷാ അല്ലാഹ് അതിന് വലിയ പരിഹാരമാകും. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഏതാണ് ആ ദിക്റുകൾ? ആ രണ്ട് ദിക്റുകൾ ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ പറ്റിയ ദിക്ർ, നമ്മളെപ്പോഴും പതിവാക്കുന്ന ദിക്ർ. ധാരാളം ആളുകൾ ചോദിച്ചിരുന്നു, തങ്ങളെ ഈ റജബ് മാസത്തിൽ ഞങ്ങൾ ചൊല്ലേണ്ട ദിക്റുകൾ ഏതാണ്? ദുആ ഏതാണ് ചൊല്ലേണ്ട ദുആ? ദിക്റുകൾ നമ്മൾ പറഞ്ഞു. ഓതേണ്ട സൂറത്തുൽ മുൽക്കും ഇഖ്ലാസുമാണ്. ഇഖ്ലാസ് നിങ്ങൾ ഒരു 100 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഓതി കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങൾ അതുകൊണ്ട് വലിയ പരിഹാരം നിങ്ങൾക്ക് നേടാം. പ്രയാസങ്ങൾക്ക് വലിയ പരിഹാരം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ ഈ റജബ് മാസം അനുകൂലമായി ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പിന്നെ നമുക്ക് പതിവാക്കാൻ പറ്റിയ ദിക്ർ ഏതെന്നറിയോ? എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ നമ്മൾ ചൊല്ലുന്നതാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പിന്നെ നമുക്ക് ചൊല്ലാം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അധികരിപ്പിക്കുക ഈ മാസത്തിൽ ഇൻഷാ അല്ലാഹ്. നമ്മൾ അധികരിപ്പിക്കുക നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, നമ്മളെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളാണ് ഈ റജബ് മാസത്തിൽ 30 ദിവസവും ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ അമലുകൾ ചെയ്യാൻ, ഈ ദിക്റുകൾ ചൊല്ലാൻ, ഈ സൂറത്തുകൾ ഓതാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇത് കാരണത്താൽ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ വേവലാതികളും, എല്ലാ പോരായ്മകളും നീ പരിഹരിക്കണേ അല്ലാഹ്. നീ പരിഹരിച്ച് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ റജബിൽ നമുക്ക് ചൊല്ലാനുള്ള 10 ദിവസത്തിലും ചൊല്ലാനുള്ള ഒരു 100 പ്രാവശ്യം ചൊല്ലാനുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം നമുക്ക് ഈ മജ്ലിസിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. എന്നിട്ട് ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ദിക്ർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് ചൊല്ലും. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മളെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, നമ്മളെ ബുദ്ധിമുട്ടുകൾക്ക് വലിയ സംരക്ഷണം കിട്ടാൻ, നമ്മളെ ഇടങ്ങേറുകൾക്ക് വലിയ സംരക്ഷണം ലഭിക്കാൻ, ഈ ലോകത്തും വലിയ വിജയം ലഭിക്കാൻ,
ഈ റജബ് മാസത്തിൽ അനുകൂലമായി ഞങ്ങൾക്ക് അനുകൂലമായി റജബ് സാക്ഷി നിൽക്കാൻ ഇൻഷാ അല്ലാഹ് ഒരു 11 പ്രാവശ്യം ചെറിയ ദിക്റാണ്, ഒരു കുഞ്ഞൻ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഏറ്റുചൊല്ല്, എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റുചൊല്ല്. സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോകണം. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടി നിങ്ങൾ ആമീൻ പറയും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിനെ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങളെ മാറ്റി നൽകണേ അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അല്ലാഹ് നീ മാറ്റി നൽകണേ അല്ലാഹ്. ഈ റജബ് മാസത്തിൽ ഫുള്ള് 30 ദിവസവും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇത്തരം അമലുകൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. യാ റഹ്മാൻ യാ അല്ലാഹ്, യാ മലിക് യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാം യാ അല്ലാഹ്, യാ മുഅ്മിൻ യാ അല്ലാഹ്, യാ മുഅയ്മിൻ യാ അല്ലാഹ്, യാ അസീസ് യാ അല്ലാഹ്, യാ ജബ്ബാർ യാ അല്ലാഹ്, യാ മുതകബ്ബിർ യാ അല്ലാഹ്, യാ ഖാലിഖ് യാ അല്ലാഹ്, യാ റാഫിഅ യാ അല്ലാഹ്, യാ മുദിൽ യാ അല്ലാഹ്, യാ സമീഅ യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ അല്ലാഹ്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, കിബ്ർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാഹ്, നീ പുറത്ത് മാപ്പാക്കി നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. കമന്റ് ബോക്സിൽ എഴുതി അറിയിച്ചവരുണ്ട് അല്ലാഹ്. വാട്സപ്പിലേക്ക് അയച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട് അല്ലാഹ്. ഫോൺ വിളിച്ച് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട് അല്ലാഹ്. എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലാണ് അല്ലാഹ്. അതിൽ നിന്നൊക്കെ വലിയ പരിഹാരം അവർക്ക് നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്.
ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ അല്ലാ. അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. അവരെ ജോലിയിൽ അല്ലാഹുവേ അവരെ സാലറിയിൽ നീ വർധനവ് കൊടുക്കണേ അല്ലാ. അവരെ ജോലി ഉള്ളവരുടെ ജോലി നീ നിലനിർത്തണേ അല്ലാ. നീ നിലനിർത്തണേ അല്ലാ. അവരെ ദുഷിച്ച സ്വഭാവങ്ങളല്ലാ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവർക്ക് ഹൈറായ ഒരു ത്വരീക്ക് നീ നൽകണേ അല്ലാ. ഒരു വഴി നീ നൽകണേ അല്ലാ. മക്കളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. റൗഡികളും തമ്മാടികളുമാക്കല്ലേ അല്ലാ. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിന് ഉപകരിക്കുന്ന നല്ല നല്ല പൊന്നുമക്കളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ കാര്യത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ, മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ ഒരു മാതാപിതാക്കൾക്കു നീ കൊടുക്കല്ലേ അല്ലാ. നീ കൊടുക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് അല്ലാഹുവേ പ്രയാസപ്പെടുത്തുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. നല്ല ദീനുള്ള മക്കളാക്കണേ അല്ലാ. നല്ല ദീനുള്ള മക്കളാക്കണേ അല്ലാ. നല്ല ദീനുള്ള മക്കളാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ. മക്കളെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. സ്വാലിഹത്തായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ അല്ലാ. മകളുടെ കല്യാണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ ചെയ്തവരുണ്ട് അല്ലാ. സ്വാലിഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ. വീടില്ല തങ്ങളെ ഒരു വീടിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. കമന്റ് ബോക്സിൽ ഐതി അറിയിച്ചവരുണ്ട് അല്ലാ. ഒരു റാഹത്തായ ഒരു മസ്കൻ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ. തങ്ങളെ വീടുണ്ടാക്കാൻ വേണ്ടി ഭൂമിയില്ല, പണമില്ല, തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. അതിനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. അതിനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. കടമാണ് തങ്ങളെ, പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധിതനായി ഞങ്ങളെ നീ മൗത്താക്കല്ലേ അല്ലാ. കടന്നെന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ബുദ്ധിമുട്ടിലാക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗശമനം നീ നൽകണേ അല്ലാ. ആജിലായ കാമിലായ ശിഫ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങളെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുമായി സഹകരിക്കുന്നവരുടെ ശരീരത്തിൽ അല്ലാ അത്തരം രോഗങ്ങൾ നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അതിൻ്റെ അണുമൊട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ ഇസ്സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാ. നീ കരിയിച്ച് കളയണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ. ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു, ഈ ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്ന് മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ കെടുത്തല്ലേ അല്ലാ. മരണം ഹൈറാകുന്ന സമയത്ത് നല്ലവരുടെ സാന്നിധ്യത്തിൽ കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. നീ തളർത്തല്ലേ അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. ഓരോരോ പ്രയാസങ്ങൾ വിളിച്ചറിയിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. അവരെ ബിസിനസ് സംബന്ധമായ പ്രയാസങ്ങൾ അറിയിക്കുന്നവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ. ആ പ്രവാസികളെ നീ കൊയക്കല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ
സഹായിക്കുന്നവര്, മജ്ലിസിനെ സഹായിക്കുന്നവർ, അതിരറ്റ് സ്നേഹിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, നീ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ. പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി ജനാസ കൊണ്ടുവരുന്ന അവസ്ഥ എൻ്റെ ഒരു പ്രവാസിക്കും നീ കൊടുക്കല്ലേ അല്ലാ. എൻ്റെ ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥ നീ കൊടുക്കല്ലേ അല്ലാ. അത് കാണാനുള്ള ഈമാൻ അവർക്ക് കുറവാണ് അല്ലാ. നീ അത്തരം അവസ്ഥ നീ കൊടുക്കല്ലേ അല്ലാ, അത്തരം അവസ്ഥ നീ കൊടുക്കല്ലേ അല്ലാ. തങ്ങളെ കാമ റെഡിയായിട്ടില്ല, തനാസുര മാറി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, പ്രവാസികളുണ്ട് അല്ലാ. അല്ലാഹുവേ ഒരു സലാമത്ത് അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അതിൽ നിന്നൊക്കെ രക്ഷ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാര്, പല ദ്വീപിലുള്ളവർ ബന്ധപ്പെടുന്നവരുണ്ട് അല്ലാ. അവർ നീ കൊയക്കല്ല അല്ലാ, അവരെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളെ മജ്ലിസിന് അഭേദ്യമായി ബന്ധം സ്ഥാപിക്കുന്നവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും സമീപിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുണ്ട് അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, അവരെ കൊയക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. അവരെ നീ കാത്തോളണേ അല്ലാ, അവർക്ക് നീ കാവല് നൽകണേ അല്ലാ, നീ കാവല് നൽകണേ അല്ലാ, അവർക്ക് നീ കാവല് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ അവരെ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾക്ക് ഇസ്സത്ത് നീ നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം അഭിമാനം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, മാക്കിരീങ്ങളെ മക്കറിനെ തൊട്ട് കാക്കണേ അല്ലാ, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ, ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ, ഐനീങ്ങളെ ഐനെ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് പരാജയം നീ നൽകല്ലേ അല്ലാ, നീ വിജയം നീ നൽകണേ അല്ലാ, നീ വിജയം നീ നൽകണേ അല്ലാ, നീ വിജയം നീ നൽകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ ഇഷ്ടം വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു നേട്ടവുമില്ല അല്ലാ. നീ ഞങ്ങളെ ഇഷ്ടം വെക്കണേ അല്ലാ, നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങളെ വെറുത്താൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാ. നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാ, നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ, നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഈ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ, ദുആ നീ കബൂലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ്, അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മൗത്താകുമല്ലാ. ആ സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാൻ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്നും മൗത്തായി പോയി അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ് അവരുടെ ഖബറുകളിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊണ്ട് വിരിപ്പിക്കണേ അല്ലാ, നീ വിരിപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ, നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ
ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ, നീ ഹറാമാക്കണേ അല്ലാ. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഹുദവി നൽകണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മളെ മജ്ലിസ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോസ്റ്റർ കാണും. നമ്മളെ മജ്ലിസിൻ്റെ കീഴിൽ സയ്യിദിയ മജ്ലിസിൻ്റെ കീഴിൽ ഇരു ഹറമുകളിലേക്ക് ഉംറ സർവീസ് നടത്തുന്നുണ്ട്. തുച്ഛമായ നിരക്കിൽ, എല്ലാം കൊണ്ട് നിങ്ങൾക്ക് റാഹത്തായ നിരക്കിലാണ് ഇൻഷാ അല്ലാഹ് സർവീസ് നടത്തുന്നത്. റൂം സൗകര്യം കൊണ്ടും ധാരാളം ചരിത്ര പ്രസിദ്ധമായ ധാരാളം ഇടങ്ങൾ ഇൻഷാ അല്ലാഹ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പോകണം ആഗ്രഹിക്കുന്ന ആളുകൾ ആ കൊടുത്ത നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് സീറ്റുകൾ ഇൻഷാ അല്ലാഹ് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതും കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്ക് ചെയ്യാം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിലൊന്ന് ചെന്ന് നമ്മളെ പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് ഒരു ഉമ്മ പറ്റ കൽബ് പോലെ നമുക്ക് തിരിച്ചു വരാൻ കഴിയണം. അല്ലാ നീ ഭാഗ്യം നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അവിടെ നേതാവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാ, നീ ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കണേ അല്ലാ. മഖബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.